തിരുവാതിര എല്ലാ മാസത്തിലും തിരുവാതിര നക്ഷത്രം ഉണ്ടെങ്കിലും ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് ഏറെ പ്രത്യേകതകളുണ്ട്. കേരളത്തിൽ സ്ത്രീകളുടെ ആഘോഷം മാത്രമായിട്ടാണ് തിരുവാതിരയെ കരുതി വരുന്നത്. മംഗല്യവതികളായ സ്ത്രീകൾക്ക് നെടുമംഗല്യത്തിന് വേണ്ടിയും കല്യാണം കഴിയാത്ത കന്യകമാർക്ക് വേഗം വിവാഹം കഴിയുന്നതിനും വേണ്ടിയാണ് തിരുവാതിര വ്രതം അഥവാ ആർദ്രാവ്രതം നോൽക്കുന്നത്. ഹൈന്ദവ വിശ്വാസപ്രകാരം തിരുവാതിരയുടെ ദേവൻ പരമശിവനാണ്. കൂടാതെ ശിവഭഗവാന്റെ പിറന്നാളാണെന്ന വിശ്വാസവുമുണ്ട്. തിരുവാതിര നാളിലെ വ്രതാനുഷ്ഠാനങ്ങളുടെയും രാത്രിയിലെ ഉറക്കമൊഴുപ്പും കൂടിയാണ് ഈ ആഘോഷം അവസാനിക്കുന്നത്. തിരുവാതിരയെക്കുറിച്ച് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ടല്ലോ. അതിൽ ശിവനും പാർവതിയും കുറിച്ച് ഒരു ഐതിഹ്യമില്ലേ? അതൊന്ന് പറഞ്ഞുതരാമോ? പറയാലോ. പണ്ട് സതീദേവി പിതാവ് നടത്തുന്ന യാഗത്തിന് പോവുകയും അവിടെ വെച്ച് തൻ്റെ ഭർത്താവിനെ അവമാനിക്കുകയും ചെയ്തതിൽ ദുഃഖിതയായി അഗ്നിയിൽ ദേഹത്യാഗം ചെയ്യുകയാണ്. ഇതറിഞ്ഞ പരമശിവൻ അതീവ ദുഃഖിതനായി സങ്കടത്തോടും കൂടെ പിതാവായ ദക്ഷനെ വധിക്കുകയും പിന്നീട് ഹിമാലയത്തിൽ പോയി തപസ്സനുഷ്ഠിക്കുകയും ചെയ്തു. കാലാന്തരത്തിൽ സതീദേവി പാർവതീദേവിയായി പുനർജനിക്കുകയും തൻ്റെ പിതാവിൻ്റെ സമ്മതത്തോടുകൂടി പ്രാർത്ഥിക്കുവാനും പൂജിക്കുവാനും തപസ്സനുഷ്ഠിക്കുവാനും തുടങ്ങി. തപസ്വിയായ ശിവനെ ഭർത്താവായി സങ്കല്പിച്ചുകൊണ്ട് പാർവതീദേവി ഹിമാലയത്തിൽ പോയി തൻ്റെ ഭർത്താവായി കെട്ടുവാൻ വേണ്ടിയിട്ട് ശുശ്രൂഷിക്കുവാൻ തുടങ്ങി. ഒരു വസന്തത്തിൽ കാമം ജനിപ്പിക്കുവാൻ വേണ്ടി കാമദേവൻ ഒളിയം പെയ്തു. ഒരു നിമിഷത്തേക്കെങ്കിലും തൻ്റെ തപസ്സിന് ഭംഗം വരുത്തിയ കാമദേവനെ തൻ്റെ പാദനേത്രത്തിൻ്റെ അഗ്നിയാൽ എരിച്ചു ചാമ്പലാക്കി. ഇതിൽ മനംനൊന്ത് രതീദേവി പാർവതീദേവിയോട് അപേക്ഷിക്കുകയും രതീദേവിയുടെ അപേക്ഷ മാനിച്ച് സതീദേവി ശിവനോട് അഭ്യർത്ഥിച്ച് പുനർജന്മം നൽകുകയും ചെയ്തു. കാമദേവൻ ഈ പുനർജന്മം നൽകിയ ദിനമാണ് ധനുമാസത്തിലെ തിരുവാതിര. അതിനാണ് നമ്മൾ ഇന്നും തിരുവാതിര ആഘോഷിച്ചു വരുന്നത്. അന്നേ ദിവസം പാർവതീദേവിയും രതീദേവിയും തോഴിമാരും കാട്ടിൽ ആടുകയും പാടുകയും ഉല്ലസിക്കുകയും ഊഞ്ഞാലാടുകയും പഴങ്ങൾ ഭക്ഷിക്കുകയും തിരുവാതിര വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് പുലരുവോളം അവർ സന്തോഷിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ തിരുവാതിര അതേപോലെ തന്നെ ആഘോഷിച്ചുകൊണ്ട് ഇരിക്കുന്നത്. തിരുവാതിരയുടെ വ്രതാനുഷ്ഠാനങ്ങളും ആചാരങ്ങളും എങ്ങനെയാണ് എന്നുകൂടി ഒന്ന് പറഞ്ഞുതരാമോ? അതിരാവിലെ തന്നെ നമ്മൾ കുളിക്കലാണ് പ്രധാനം. അത് പാട്ട് പാടിയിട്ടാണ് എല്ലാവരും സ്ത്രീകളെല്ലാവരും കൂടെ കുളത്തിലേക്ക് കുളിക്കാൻ പോകുന്നത്. അതിന് പ്രത്യേക പാട്ടുകളുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ പാട്ട് പാടി കുളിക്കാനായിട്ട് പോകുന്നു. കണ്ടൊരു നാൾ പരമശിവൻ വെൺമണിയാം പാർവതിയും വെള്ളിമല മുകളിൽ വാഴും ശങ്കരനോരു ദിവസം കാന്തയോടരുളി ശിവേ പോകബാലേ ക്രീഡിപ്പാനായി. തിരുവാതിര പാട്ട് പാടി എല്ലാവരും കൂടെ കുളത്തിലെത്തി. അവിടെ കുളത്തിലിറങ്ങി തുടി കൊട്ടുക എന്നൊരു ചടങ്ങുണ്ട്. തുടി അടിക്കുക. അപ്പോൾ ഓരോ പാട്ടുകളുണ്ട്. ഓരോ ഈണത്തിലാണ് ഓരോ പാട്ടുകളും. ആദ്യം ഗംഗാദേവിയെ ഉണർത്തുന്നു. ഗംഗാദേവിയെ ഉണർത്താനായിട്ട് ഉണർത്തുപാട്ടുണ്ട്. അതിങ്ങനെ സാവധാനത്തിൽ നമ്മൾ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ട് ഗംഗാദേവിയെ ഉണർത്തുകയാണ്. അത് കഴിഞ്ഞ് തുടി കൊട്ടുന്നത് ഇങ്ങനെ പതുക്കെ ഓരോ പാട്ടിന് ഈണത്തിൻ്റെ താളത്തിൽ ഇങ്ങനെ അടിച്ചടിച്ച് പാടുകയാണ്. അപ്പോൾ ആദ്യം കുടത്തിലടിക്കുന്ന ശബ്ദമാണ്. എല്ലാ സ്ത്രീകളും കൂടെ അടിക്കുമ്പോൾ കുടത്തിലടിക്കുന്ന ശബ്ദമായിട്ടാണ് വരിക. പിന്നീട് വേഗം കൂട്ടി കൂട്ടി അതിങ്ങനെ മലര് പൊരിയുന്നത് പോലെ ഇങ്ങനെ കുമിളകൾ പൊന്തി പൊന്തി ഏറ്റവും വേഗത്തിൽ വേഗത്തിൽ പാടി പാടി തുടിക്കുകയാണ്. അങ്ങനെ സന്തോഷിക്കുകയാണ്. ഉണരുണരൂ ഗംഗാദേവി ചെറുകുളത്തിൽ കുളിർപ്പരന്നു ശ്രീ പാർവതി നീരാടുന്നു. പോരിൻ പോരിൻ തോഴിമാരെ ധനുമാസത്തിൽ തിരുവാതിര ഭഗവാൻ തൻ്റെ തിരുനാളാണ്. ഉണ്ണരുതുറങ്ങരുത് ആടണം പോൽ പാടണം പോൽ
ഒഴിഞ്ഞാലാടണം പോൽ ഹലഹലാശന കാലാന്തകാജയ കൈലാസവാസവടക്കും നാഥ ആലസ്യം കൂടാതെ കാലത്തു ഞാൻ തിരുമുലത്തരക്കിതാ കൈതൊഴുന്നേൻ ഹാലഹലാശന കാലാന്തകാജയ കൈലാസവാസ വടക്കും നാഥ ആലസ്യം കൂടാതെ കാലത്തു ഞാൻ തിരുമുലത്തരക്കിതാ കൈതൊഴുന്നേൻ ഹലഹലാശന കാലാന്തകാജയ കൈലാസവാസ വടക്കും നാഥ ആലസ്യം കൂടാതെ കാലത്തു ഞാൻ തിരുമുലത്തരക്കിതാ കൈതൊഴുന്നേൻ ഹലഹലശന കാലാന്തകാജയ കൈലാസവാസ വടക്കും നാഥ ആലസ്യം കൂടാതെ കാലത്തു ഞാൻ തിരുമുലത്തരക്കിതാ കൈതൊഴുന്നേൻ പച്ചക്കല്ലുത്ത തിരുമേനിയും നിന്റെ പിച്ചക്കളികളും കാണാകേണം ശ്രീ പത്മനാഭ മുകുന്ദ മുരാന്തക നാരായണ നിന്നെ കാണാകേണം പാലാഴി മംഗതൻ കൊങ്ക പുണരുന്ന കോലമിന്നുള്ളത്തിൽ കാണാകേണം പച്ചക്കല്ലുത്ത തിരുമേനിയും നിന്റെ പിച്ചക്കളികളും കാണാകേണം ശ്രീ പത്മനാഭ മുകുന്ദ മുരാന്തക നാരായണ നിന്നെ കാണാകേണം പാലാഴി മംഗതൻ കൊങ്ക പുണരുന്ന കോലമിന്നുള്ളത്തിൽ കാണാകേണം. കുളിച്ച് കയറി കഴിഞ്ഞിട്ട് നമ്മൾ കണ്ണെഴുതി പൊട്ട് തൊട്ട് ചന്ദനവും കുങ്കുമവും മഞ്ഞളും തൊട്ട് തലയിൽ പൂച്ചൂടി നമ്മളെല്ലാവരും കൂടെ ശിവഭഗവാനെ ദർശിക്കാനായിട്ട് ആർദ്ര ദർശനത്തിന് പോകുന്നു. ഈ ആർദ്ര ദർശനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞുതരാമോ? ഈ ആർദ്ര ദർശനം എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം നമ്മൾ പോകുന്ന സമയത്ത് നല്ല പൂനിലാവായിരിക്കും. ഈ പൂനിലാവിൻ്റെ അടുത്ത് തന്നെ ഒരു നക്ഷത്രമുണ്ടാവും. ഈ നക്ഷത്രവും പൂനിലാവും ശിവനും പാർവതിയും എന്നാണ് സങ്കല്പം. അത് ആ ദിവസം മാത്രം, തിരുവാതിര ദിവസം മാത്രമാണ് നമുക്ക് ഇത് കാണാൻ കഴിയുന്നത്. ശിവനെ ദർശിച്ച് പോകുന്നതിനാണ് നമ്മൾ ആർദ്രാ ദർശനം എന്ന് പറയുന്നത്. അങ്ങനെ ശിവൻ ഭഗവാനെ തൊഴുത് എല്ലാവരും കൂടെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. വന്നതിന് ശേഷം എല്ലാവരും കൂടെ ചുറ്റും ഇരുന്ന് നിലവിളക്കിൻ്റെയും അഷ്ടമംഗല്യത്തിൻ്റെയും മുന്നിൽ കൂവയും ശർക്കരയും തേങ്ങയും നെയ്യും ചേർത്ത് കൂവ കൊണ്ട് കുറുക്കുണ്ടാക്കുന്നു. അതും വെച്ച് എല്ലാവരും കൂടെ ഇരുന്ന് ഈ നേദ്യങ്ങളും ഈ കൂവയും പപ്പടവും കഴിക്കുന്നു. അതാണ് പ്രഭാത ഭക്ഷണം. പിന്നെ വെറ്റില മുറുക്കുക എന്നൊരു ചടങ്ങുണ്ട്. അപ്പോൾ ഒരു 101 വെറ്റില മുറുക്കണം എന്നാണ് ചടങ്ങ്. പക്ഷെ ഇന്നൊന്നും ഇപ്പോൾ ആരും അത്രയൊന്നും വെറ്റില മുറുക്കാറില്ലല്ലോ. എന്നാലും ഇടയ്ക്കിടയ്ക്ക് വെറ്റില മുറുക്കിക്കൊണ്ടിരിക്കണം എന്നാണ് അതിൻ്റെ ഒരു ആചാരം.
തിരുവാതിര ദിവസം ഉച്ചയ്ക്ക് കുറെ പ്രത്യേക ഭക്ഷണ രീതികളാണല്ലോ. അതെ അതെ അതെ. അതെന്താ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അരി ഭക്ഷണം കഴിക്കാൻ പാടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അരി ഭക്ഷണം കഴിക്കുന്നില്ല. ഗോതമ്പ് കൊണ്ട് കഞ്ഞിയും പിന്നെ ചേമ്പ്, ചേന, കാച്ചിൽ, കായ, കപ്പ, കൂർക്ക, പിന്നെ പയറ്, തേങ്ങയും ചേർത്ത് പുഴുക്കുണ്ടാക്കി പപ്പടവും ചേർത്ത് ഉച്ചയ്ക്ക് ആ കഞ്ഞിയും പുഴുക്കും പപ്പടവും ചേർത്ത് ഉച്ചഭക്ഷണം കഴിക്കുന്നു. മിതമായ ഭക്ഷണമാണെങ്കിലും അരി ഭക്ഷണം പാടില്ല എന്ന് മാത്രമേ ഇതിന് നിർബന്ധമുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ച തിരിഞ്ഞാൽ പിന്നെ കളികളുടെ പൂരമാണ്. എല്ലാവരും ചേർന്ന് ഊഞ്ഞാലാടുകയും തിരുവാതിര പാട്ട് പാടുകയും തിരുവാതിര കളി, കൈകൊട്ടിക്കളി, അത് എല്ലാവരും ഒരു വീട്ടുമുറ്റത്ത് എല്ലാ സ്ത്രീകളും കൂടെ ചുറ്റും നിന്ന് നടുവിൽ നിലവിളക്കും നിറപറയും അഷ്ടമംഗല്യവും വെച്ച് തിരുവാതിരക്കളി കളിക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ പാടി ആടി ഉല്ലസിച്ച് വൈകോളം ഇരുട്ടോളം എല്ലാവരും ആഘോഷ തിമിർപ്പിലായിരിക്കും. പോൽ ഓമനയായി വളർന്നാലുണ്ണി, ഒന്നേ 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 പോൽ ഓമനയായി വളർന്നാലുണ്ണി, ഒന്നേ 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 പോൽ ഒറ്റയ്ക്കു വഞ്ചി വലിച്ചാലുണ്ണി, ഒന്നേ 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 പോൽ ഒറ്റയ്ക്കു വഞ്ചി വലിച്ചാലുണ്ണി.
മത്സ്യഗന്ധം അവൾക്കേറ്റമുള്ളതു കാരണം പിന്നെ മത്സ്യഗന്ധി എന്ന പേരും പ്രസിദ്ധമായി. അങ്ങനെ വാഴുന്ന കാലം മാമുനി പരാശരനും അങ്ങെഴുന്നള്ളിനാൻ വഴി പോക്കനായിട്ട്. പേടമാൻ കൊടിയെ മിന്നൽ കൊടി പോലെ കണ്ട നേരം താടിക്കാരനയ്യോ തല കുലുക്കിപ്പോയി. ആരടി ഇന്നീ കടവിൽ തോണി കടത്തുന്നതെന്നു പാരാതെ കേട്ടവൾ ചൊന്നാൻ അടിയനെന്ന്. നേരവും സന്ധ്യയടുത്തു വാരിയൂത്തുകൊള്ളുവാനും നേരം നീക്കം വരും വേഗം കടത്തിടണം. വെള്ളത്തിലേറെ പേടിയുള്ളവനാവുന്നു ഞാനും പുള്ളിമാൻ കണ്ണാളെ നീയും ഞാനേ കേറാവൂ. ഇത്തരം പറഞ്ഞ മുനി തന്നെയും തോണിയിലേറ്റി സുന്ദരി വഞ്ചി നീക്കി തുഴഞ്ഞുപോയി. സുന്ദരി വഞ്ചി നീക്കി തുഴഞ്ഞുപോയി. സുന്ദരി വഞ്ചി നീക്കി തുഴഞ്ഞുപോയി. മംഗളം ജയ മംഗളം മാനല്ലനയ്യകു മംഗളം. മംഗളം ജയ മംഗളം മാനല്ലനയ്യകു മംഗളം. മംഗളം ജയ മംഗളം മാ കൃഷ്ണസ്വാമിക്ക് മംഗളം. മംഗളം ജയ മംഗളം മാ കൃഷ്ണസ്വാമിക്ക് മംഗളം. മംഗളം ജയ മംഗളം മാനല്ലനയ്യകു മംഗളം. പിന്നെ നമ്മൾ ഈ ദശപുഷ്പം ചൂടുന്നത് ദശപുഷ്പം ചൂടുന്നത് എന്തിനാണ്? അങ്ങനെ ഒരു ചടങ്ങില്ല. ഉണ്ട്. ദശപുഷ്പം ചൂടാന്നൊരു പ്രത്യേകത അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയാണ്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർവതി ദേവിയുടെ തോഴി കല്യാണം കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം തന്നെ ഭർത്താവിനെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ വളരെ ദുഃഖത്തിൽ മുറവിളിയിടുകയും പൂവഴിച്ചിടുകയും തലമുടി അഴിച്ചിടുകയും എല്ലാം ചെയ്ത് അതീവ ദുഃഖത്തിൽ മുറവിലിട്ടുകൊണ്ടിരിക്കുന്നത് കൈലാസത്തിലിരുന്ന് പാർവതി ദേവി കേൾക്കുകയാണ്. അപ്പോൾ തൻ്റെ ഭർത്താവിനോട് പറയുകയാണ്, എൻ്റെ തോഴിയാണ്, ഭർത്താവ് നഷ്ടപ്പെട്ടിട്ട് അവൾ സങ്കടപ്പെടുകയാണ്. അതായത് അവൾക്ക് അന്ന് പൂത്തിരുവാതിരയാണ്. കല്യാണം കഴിഞ്ഞ് ആദ്യം വരുന്ന തിരുവാതിര സ്ത്രീകൾക്ക് പൂത്തിരുവാതിരയാണ്. അപ്പോൾ അവൾ മുറവിളി കൂട്ടുന്നു, ഇങ്ങനെ എനിക്ക് ദുഃഖം സഹിക്കാൻ വയ്യ, ഞാനും ഇതുപോലെയൊക്കെ ചെയ്യും. ദുഃഖം കൊണ്ട് ഞാനും മുടി അഴിച്ചിടുകയും പൂവ് പറിച്ചെറിയുകയും ഭർത്താവിൻ്റെ അടുത്തേക്ക് വരാതിരിക്കുകയും ഒക്കെ ഞാനും ചെയ്യും. അതുകൊണ്ട് അവളുടെ ഭർത്താവിൻ്റെ ജീവൻ തിരിച്ചു നൽകണമെന്ന് അപേക്ഷിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ശിവഭഗവാൻ പാർവതി ദേവിയോട് അയാളുടെ ജീവൻ തിരിച്ചു നൽകുകയാണ്. ആ ജീവൻ തിരിച്ചു നൽകുന്നത് ഒരു എരിക്കിൻ്റെ ഇലയിൽ ദശപുഷ്പം വെച്ചിട്ട് കൊന്ന ഇല കൊണ്ട് മൂടിയിട്ടാണ് ജീവൻ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അപ്പോൾ അവൾക്ക് സന്തോഷമായി, തോഴിക്ക് സന്തോഷമായി. അപ്പോൾ ആ ദശപുഷ്പം ചൂടുന്നത് നെടുമംഗല്യത്തിന് വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. ഐതിഹ്യം അതാണ്. ഈ ദശപുഷ്പം ചൂടുന്നത് സ്ത്രീകൾക്ക് നെടുമംഗല്യത്തിന് വേണ്ടിയിട്ടാണ് ഐതിഹ്യം. അപ്പോൾ നമ്മളൊരു പ്രത്യേക ഒരു പാട്ട് പാടുന്നുണ്ടല്ലോ, ഈ ഒരു മംഗലാതിരാനന്ദ തുടങ്ങുന്ന പാട്ടുണ്ട്. അത് ഈ അവസരത്തിൽ മാത്രമേ പാടുള്ളൂ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ട് പൂത്തിരുവാതിരയ്ക്ക് പാടുന്ന പാട്ടാണ്, നല്ല പാട്ടാണ്. പക്ഷെ അതിലൊരു വിരഹം, ഒരു ദുഃഖം കലർന്നിട്ടുണ്ട്. അതുകൊണ്ട് മംഗളകാര്യങ്ങൾക്കൊന്നും ആ പാട്ട് പാടില്ല. പൂത്തിരുവാതിരക്കാർക്ക് തിരുവാതിര ദിവസം പാടുന്ന പാട്ടാണ്, അന്ന് മാത്രം പാടുന്ന പാട്ടാണത്. പിന്നെ ബേബിചേച്ചി പറഞ്ഞില്ലേ ദശപുഷ്പങ്ങളെ കുറിച്ച്, ഈ ദശപുഷ്പങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി ഒന്ന് പറഞ്ഞു തരാമോ? ദശപുഷ്പങ്ങൾ കറുക, ചെറുള, പൂവാങ്ങുറുന്നല, മുയൽ ചെവിയൻ, മുക്കുറ്റി, കയ്യോന്നി, നിലപ്പന, ഒഴിഞ്ഞ, തിരുതാളി, വിഷ്ണുക്രാന്തി എന്നിവയാണ് ദശപുഷ്പങ്ങൾ. പൂത്തിരുവാതിരയുടെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ നമുക്ക് മംഗലാതിര പാട്ടുണ്ടല്ലോ, അത് ശ്രീകുട്ടിക്ക് അറിയാലോ. അതിൻ്റെ രണ്ടുപേരും ഒന്ന് പാടി തന്നൂടെ? മംഗല ആതീര പുരാണം എങ്കിലോ കേട്ടാലോ ഉള്ളവണ്ണം പണ്ടൊരു ത്രിതായുഗത്തിങ്കല് ഉത്തമനായൊരു വൈദികന് പുണ്യമായി കന്യകയും പിറന്നു. ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്കൊന്നും ഈ തിരുവാതിര ആഘോഷത്തെപ്പറ്റി അത്രയ്ക്കൊന്നും അറിവുണ്ടാവില്ല. ഇത്രയും ഞാൻ വിസ്തരിച്ച് ഈ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഐതിഹ്യങ്ങളെയൊക്കെ കുറിച്ച് പറയാൻ തന്നെ കാരണം അടുത്ത തലമുറയിലേക്കും ഇത് പകർന്നു നൽകണം എന്നാണ് എൻ്റെ അപേക്ഷ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ തിരുവാതിര ആശംസകൾ.